ഹായ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെന്നെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു 5 മാസത്തിന് മുന്നെയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ 5 മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് മുന്നേ ഒന്നൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജിലെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ഞാൻ വീണ്ടും വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു തോന്നൽ പിന്നെ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കോളേജിൽ പോയതിന് ശേഷം പിന്നെ ക്ലാസ്സും വേറെ കുറേ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ എടുക്കാനോ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 19 വയസ്സായി. ആ ടൈമിൽ എനിക്കൊരു ചിന്ത വന്നു. 19 വയസ്സായാലും ഞാൻ എപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെയും ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ആഗ്രഹം പിന്നെയും വന്നു. അപ്പം 19 വയസ്സായ സ്ഥിതിക്ക് എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ബർത്ത്ഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ സ്കൂളിൽ നിന്ന് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ് വരുന്നത്. ആ സമയത്ത് സ്കൂൾ ഒക്കെ അടച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പം എനിക്ക് സ്കൂളിൽ പോയി ചോക്ലേറ്റ് കൊടുക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എക്സാം ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിന് മാത്രം കൊണ്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന എനിക്കിപ്പോൾ കോളേജ് അതിന് ശേഷം മാർച്ചിൽ നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ ഗിഫ്റ്റ് എന്നല്ല, 2-3 ഗിഫ്റ്റ് ഫസ്റ്റ് എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫസ്റ്റ് കിട്ടി. ഇങ്ങനെ ഇവിടം വരെ വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ 10th എക്സാം ടൈമിലാണ്. എൻ്റെ 10th എക്സാമിൻ്റെ ഒരു ടൈമിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇപ്പം ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ, ഇന്ന് സ്കൂളില്ല, നാളെ എക്സാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ കീ ചെയിൻ. ഈ ഒരു പാൻഡയുടെ കീ ചെയിൻ. ഈ കീ ചെയിൻ എനിക്ക് ഫസ്റ്റായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിങ്ങനെ ഗിഫ്റ്റൊന്നും സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി, എനിക്ക് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കിട്ടി എന്നുള്ള ഇതിൽ. അതിനുശേഷം എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ചോക്ലേറ്റ് തന്നു. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ അത് ചിലപ്പോൾ എന്തെങ്കിലും വേസ്റ്റായിട്ടൊക്കെ കളയുന്നതായിരിക്കും, പക്ഷെ ഞാനത് സൂക്ഷിച്ച് വയ്ക്കും. അതിന് എക്സാമ്പിളാണിത്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമല്ലാണ്ട് എൻ്റെ ഒരു 10-30-60ഓളം കവറുണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ടൊക്കെ. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ കാണിച്ചു തരാം. പക്ഷേ ഇപ്പം ഗിഫ്റ്റിൻ്റെ ഇതിൽ എനിക്ക് ഈ 2എണ്ണമാണ് 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്, എൻ്റെ ഫ്രണ്ട് തന്നിട്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് +2 എക്സാം എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ 18ാമത്തെ വയസ്സിൽ 15 കഴിഞ്ഞ് പിന്നെ നേരെ 18 പിന്നെ നമുക്കങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് അങ്ങനെ ചെയ്യാറില്ല. അപ്പം നോർമലി എനിക്ക് 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ കസിൻ എനിക്ക് തന്നെ. നമ്മുടെ റീൽസൊക്കെ നമ്മുടെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവളാണ് കസിൻ. അവളാണ് എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് തന്നൊരു ഗിഫ്റ്റ്. ഫസ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. കീ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനത്തെ ക്യൂട്ട് ആയിട്ടുള്ള കീ ചെയിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ക്യാബി ബെയർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കീ ചെയിൻ. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എനിക്ക് ക്യൂട്ട് ആയിട്ടൊരു ഗിഫ്റ്റ് തന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കവർ അവിടെ ഇരിപ്പുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് അറിയുന്നത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടി. പിന്നെ ആ ബർത്ത്ഡേക്ക് തന്നെ എൻ്റെ ചേച്ചി നാട്ടിലില്ല. അപ്പം എനിക്ക് ചേച്ചി തന്നൊരു ഗിഫ്റ്റാണ് ഇത്. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ, ഇത് അൺബോക്സ് ചെയ്യുന്ന അങ്ങനെ. അപ്പം ഇതാണ് ഒരു ഗിഫ്റ്റ്. ഇത് സോൾട്ട് എന്ന് പറയുന്നൊരു ആക്സസറീസിൻ്റെ ഒരു ഇൻസ്റ്റാ പേജ്. അപ്പം അവിടെ നിന്ന് എനിക്ക് തന്നു. ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഈവിൾ ഐയുടെ ഒരു റിങ്ങാണ്. ഈവിൾ ഐ മോഡൽ ഉള്ളൊരു മാല, ഒരു ചെയിൻ, ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറവും ഇതിൻ്റെ അപ്പോഴത്തെ ബ്ലാക്ക് വൈറ്റ് നമുക്കെന്നെ മാറ്റി നമുക്കെന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് വേണമെങ്കിൽ 1-2 ബ്ലാക്ക് ആക്കാം, 1-2 വൈറ്റൊക്കെ അങ്ങനെ ആക്കാൻ പറ്റിയ നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ്. സ്റ്റഡ് മോഡൽ. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റിക്കേഴ്സ്
ഈ ക്യൂട്ട് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്നും കളയാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കർ ആണിത്. ബർത്ത്ഡേ വിഷായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അവരെന്നെ ആക്കി തന്നൊരു. അപ്പം ഇതാണ് എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നെക്സ്റ്റ്, ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് വരാൻ പോകുന്നത്. മെയിൻ പാർട്ട്, എനിക്കിപ്പോൾ 19 വയസ്സായി. ഇതൊരു സ്റ്റോറിയാണ്. അപ്പം എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തൊന്നും നിൽക്കുന്നില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാലില്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേ അന്ന് അമ്മ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകണം, നീ റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞു. നോർമലി ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ഇപ്പം വെക്കേഷനല്ല, അപ്പം സിറ്റിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ ഞാൻ റെഡിയായി ഒക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇങ്ങനെ അമ്മ പറഞ്ഞു കുറിച്ച് റെഡി ആയിട്ടിരുന്നില്ല, ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം, നീ റെഡി ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ 11 മണിയായിട്ട് ഞാനിങ്ങനെ കട്ടിലിരുന്ന് മുടി ഇങ്ങനെ ചീക്കൊണ്ടിരിക്കും. നമ്മൾ എൻ്റെ ഇതുവരെ ഇറങ്ങാത്തെന്ന് പറഞ്ഞ് ചീക്കൊണ്ടിരുന്നപ്പം മുടി ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് പേര് എൻ്റെ റൂമിനകത്തൊരു ചാടി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റേ കിളി പോയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ വെച്ച് ഓക്കെ സെറ്റ് പുറത്ത് പോവാണ്, റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമോ എന്ന്. പക്ഷെ ഇത്രയും സമയമായിന് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴാണ് വന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു ബർത്ത്ഡേ ഹാമ്പർ. അതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ 19ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു ഡയമണ്ടിൻ്റെ റിങ്. എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു റിങ്ങാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്, ഈ ഒരു ഇയറിലെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിനുശേഷം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. അതിന് മുന്നായിട്ട് ഞാനിത് ഓൾറെഡി എടുക്കുന്ന വീഡിയോ ഉണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് സൈഡിൽ കാണിച്ചു തരാം. പക്ഷെ അല്ലാണ്ട് എനിക്കിത് കാണിക്കണമല്ലോ. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ വേറെ 2 ഗിഫ്റ്റുകളാണ്. ഒരു ബൊക്കെ. ഈ ബൊക്കെ ഇങ്ങനെയല്ല ഇരുന്നത്, ഇതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഇത് പിന്നെ എന്തായാലും നമ്മൾ കഴിക്കുമല്ലോ, അത് 2 ദിവസം കൊണ്ട് തന്നെ തീർന്നു. അപ്പം എൻ്റെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് ഒരു പൂവൊക്കെ വച്ച് ഇങ്ങനെ തന്നെ ഒരു ഭംഗിയായിട്ട് തന്നെ വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കത്തില്ല. അപ്പം അതും പിന്നെ ഈ ഒരു ചെറിയൊരു കിൻഡർ ജോയുടെ ഒരു ബൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കിൻഡർ ജോയ് ഞാൻ കഴിച്ചു, അതില്ല. അപ്പം അങ്ങനെയാണ് എനിക്ക് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഈ വർഷത്തെ ഗിഫ്റ്റ്. ബാക്കി ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു കിറ്റ്കാറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ഇതുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കഴിച്ചു. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ആ ഫോട്ടോയിൽ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം ഇതിൻ്റെ ഫുൾ എങ്ങനെയൊക്കെയാണ് ഇതിനെന്നുള്ളത്. ആദ്യം എനിക്ക് കിട്ടിയതൊരു ഷീറ്റ് മാസ്കാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ലിപ് ബാം. ലിപ് മാസ്ക്. അപ്പോൾ നമുക്ക് ലിപ് മാസ്കും ഫേസ് മാസ്കും ലിപ് ബാമും കിട്ടി. അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് ഒരു ഹെയർ ക്ലിപ്പ്, 2 സ്ക്രഞ്ചീസ് കിട്ടി. പിന്നെ കിട്ടിയത് ഒരു നെയിൽ പോളിഷ്. പിന്നെ ഒരു ഇവിടെ ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് സൗണ്ട് കേട്ടുവിടാന്നുണ്ടെങ്കിൽ ഐ എം സോറി. ഇത് പിന്നെ ഒരു പെർഫ്യൂം, ചെറിയൊരു പെർഫ്യൂം. അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് പോളറോയിഡ്സ് പോലത്തെ ഫോട്ടോ പ്രിൻറ്റ്സ് കിട്ടി. ഫോട്ടോസ് കുറേ ഉണ്ട്. ഞാനിത് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇങ്ങനത്തെ പോളറോയിഡ്സ് ഫോട്ടോസൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയും കിട്ടിയപ്പോൾ ഞാൻ വാവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ക്രിസ്മസിന് എടുത്ത ഫോട്ടോയാണ്.
ഞാൻ ഇതിൻ്റെ വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. പിന്നെ ഒരു ചെയിൻ, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കമ്മൽ. ഇത്രയാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ സാധനം കിട്ടി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മൂടി നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ ആക്കിയതാ, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനെപ്പോഴും ഇതിങ്ങനെ വെച്ചേക്കണം, നല്ല രസമല്ലേ, ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ വെച്ചേക്കും. അല്ല, ചില സമയത്ത് നല്ല ബോറടിച്ചിരിക്കും, ഇതിലേക്ക് ഇങ്ങനെയൊക്കെ ആക്കി. അപ്പം ഇതും എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ആ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് ഇത്രയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എന്തായാലും കാണിച്ചേക്കാം. ഇവരെന്നെ സർപ്രൈസ് ചെയ്യുന്നത്. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ഫോട്ടോ ഇതാണ്. വൈകിട്ട് കേക്ക് കട്ടിങ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ചെറിയൊരു വീഡിയോ ആണ്. ഞാനിപ്പം കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ. ഓൾറെഡി ഞാനിതെടുത്ത് നോക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ട് കാണിച്ചു. ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരും. അപ്പോൾ ബൈ.